is Romy here? ഞാൻ തന്നെയാണ് റോമി. നാൻസിയുടെ കൊലയാളിയെ തേടിയല്ലേ സാർ വന്നത്? സാറിന് തെറ്റുപറ്റിയിട്ടില്ല. യെസ്, ഞാനാണ് നാൻസിയെ കൊന്നത്. മിസ്റ്റർ റോമി, നാൻസി നിങ്ങൾ കൊല്ലാൻ കാരണം? കാരണം അവൾ എന്നെ സ്നേഹിച്ചു. ആ കുറ്റത്തിന് റോമി എന്നെ അറസ്റ്റ് ചെയ്യാം സാർ. ഏത് കോടതിയിൽ വേണേലും സത്യം പറയാം. നാൻസിയെ കൊന്നത് ഞാനാണെന്ന്. ഓക്കെ ഓക്കെ, എങ്ങനെ നിങ്ങൾ നാൻസിയെ കൊന്നു? ഹലോ, ഹായ് ഗോപി, എവിടുന്നാ? കണ്ടിട്ട് എത്ര നാളായടാ. ഗോപി സോറിടാ. പിന്നെ മാരേജിന് വരാൻ കഴിയാത്തത് എക്സാം ആയതുകൊണ്ടാ. നീയും വൈഫും കൂടി ഹണിമൂണിന് പോകുമ്പോ അവിടെ നീ എന്നെ കൺഫ്യൂഷൻ ആക്കരുത്. ശരി, ഞാൻ വരാം. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഏതോ ഒരു ഫ്രണ്ട് ആണെന്ന് മനസ്സിലായി. വെറും ഒരു ഫ്രണ്ട് അല്ല അവൻ. അതിനേക്കാൾ ഒരു 100 പടി മേലെയാണ് ഗോപിക്കുള്ള സ്ഥാനം. എന്തോ ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെ കേട്ടു. റോമി എന്ത് തീരുമാനിച്ചു? പോയേ പറ്റൂ. പക്ഷെ നിന്നെ വിട്ട് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല, അറിയാലോ. അതുപോലെ എനിക്കും കഴിയില്ല. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്. പിന്നെ എന്റെ നാൻസി എപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ട്. റോമി, നീ നേരത്തെ എത്തിയോ? കണ്ടിട്ട് എത്ര നാളായടാ? സുഖം? പരമസുഖം. ഓ ഡാർലിംഗ്, സോറി. വാ, ഇവനെ കണ്ട് ഞാൻ എന്നെ തന്നെ മറന്നു. റോമി, ഇതാണ് മീര. നമസ്കാരം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതാണ് റോമി. റോമി, സത്യം പറയണം, എങ്ങനെയുണ്ട് സെലക്ഷൻ? മഹാലക്ഷ്മി, സീതാദേവി, അല്ലെങ്കിൽ ഒരു മാലാഖ എന്നൊന്നും ഞാൻ പുകഴ്ത്തി പറയുന്നില്ല. എന്നാലും നിനക്ക് ചേർന്ന ഒരു നല്ല ജോഡി. മതി, ധാരാളം മതി. കേട്ടോ മീരെ, ഇവൻ എന്റെ വെറും ഫ്രണ്ട് മാത്രമല്ല. ഇവൻ എങ്ങനെയൊന്ന് പരിചയപ്പെടുത്തുക? ഇവനാണ് ഞാനാണ് ഇവൻ. മതി എന്റെ ഗോപി പരിചയപ്പെടുത്തിയത്. നീ പോടാ. வாசல்ல வளவளான்னு சத்தம் வந்துச்சேன்னு கேட்டு போலான்னு வந்தேன். என்ன குப்புசாமி, சௌக்கியமா? ஏதோ உங்க புண்ணியத்திலயும் ஆண்டவன் புண்ணியத்திலயும் காலத்தை ஓட்டிட்டு இருக்கேன். மீரே, இது மீரா, குப்புசாமியான இവിടുത്തെ ஆளினாள். ஆமா, எங்கே உங்க பொண்ணை காணோம்? பேர் என்னமோ மறந்து. அபிராமியா? அபிராமிதா. அவ உங்க முன்னாலே வரதுக்கு வெக்கப்படுறான். ஐயோ, வெக்கமா? எதுக்கு? என்னங்க நீங்க சின்ன பசங்க மாதிரி. அன்னைக்கு பார்த்த அபிராமி எங்க, இன்னைக்கு இருக்கிற அபிராமி எங்க? என்னாச்சு? உரம் போட்டு வளர்க்குற வாழை மரம் மாதிரி வளர்ந்து போச்சுங்க. இப்பதான் எனக்கு பயமாவே இருக்கு. பயமா? எதுக்கு? ஆமா, நீங்க தண்ணி போட்டு வந்தாச்சுன்னா தொடப்பக்கட்டையில சாத்துற மாதிரி இருக்கு. அதெல்லாம் ஒண்ணும் இல்லைங்க. பொண்ணு வளர்ந்தாச்சு. எவன் தலையிலாவது கட்டி வச்சா தான் எனக்கு நிம்மதி. நீங்களே பாருங்களேன். அபிராமி, என்னப்பா? கொஞ்சம் இங்க வந்துட்டு போமா. போங்கப்பா, வெக்கமா இருக்கு. வெக்கத்தை ஓரமா வச்சுட்டு இங்க வாமா. போங்கப்பா. நீங்க பண்ணுங்க, சீக்கிரம் மாப்பிள்ளை பாக்குறதுக்கு ஒரு வழி பாருங்க. சரி உள்ள வாங்க. இங்க என்ன பேசிட்டு? அண்ணே, இங்க வாங்க அண்ணே. ஊட்டி டீ சாப்பிட்டு ரொம்ப நாளாச்சு. 3 ஸ்பெஷல் டீ போட சொல்லுங்க. அவ்வளவுதானே? போட்டா போச்சு. 3 ஸ்பெஷல் டீ. வாங்க உட்காருங்க. அபிராமி, 3 ஸ்பெஷல் டீ போட்டு கொண்டா. அவர் இங்கதான் இருப்பாரு, அப்புறம் பார்க்கலாம். കേട്ടോ റോമി, ഓഫീസ് കാര്യവും അതിനിടയ്ക്ക് കല്യാണവും ആകെ വല്ലാത്തൊരു അവസ്ഥയിലായി പോയി. അതിനെന്താ, ഇനി നീ എല്ലാ ടെൻഷനും ഇറക്കി വെച്ചിട്ട് അങ്ങ് പോയാ മതി. മീര എന്ത് പറയുന്നു? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ഈ ടൂറിന് വേണ്ടി ഗോപിയേട്ടനോട് കടിപിടി കൂടിയത് തന്നെ ഞാനാ. അത് മറന്നോ? അത് സമ്മതിച്ചു. എനിക്കതിന് എവിടെ നേരം? കല്യാണം കഴിഞ്ഞാൽ നേരവും കാലം ഒതുക്കണം ചില കാര്യങ്ങൾക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഓക്കെ. ഇപ്പൊ മുഹൂർത്തം വരെ കുറിച്ചെടുത്തുണ്ട് ചേട്ടന്റെ ഒരു വാചകം. இந்த பாரு புள்ள, இவங்க 2 மாசத்துக்கு இங்கதான் தங்க போறாங்க. அப்படியா? குப்புசாமி, 2 மாசம் எல்லாம் கிடையாது, 10 நாளைக்கு தான். அது உங்க இஷ்டம். அபிராமி, ஆடு மாடு கோழி மானு மீன் இதுல என்னென்ன கிடைக்குதோ அதெல்லாம் சமைச்சு போறது உன் பொறுப்பு. சரிப்பா. முதல்ல சாய கொடு. முதல்ல இங்கதானா? தேங்க்யூ. கொடு.
இந்த காலத்துல வயசுக்கு வந்த பொண்ணு வீட்டுல இருந்தா வயித்துல நெருப்பு கட்டிக்க வேண்டியதுதான். இப்ப என்னையே எடுத்துங்க, இந்த பொண்ணை வீட்டுல வச்சுக்கிட்டு எனக்கு ராத்திரில தூக்கமே வர மாட்டேங்குது. பயப்படாதீங்க அண்ணே, எல்லாத்துக்கும் ஆண்டவன் ஒருத்தர் இருக்கான். எப்படி எப்படி ஆண்டவனே திருடிட்டு போய் வெளிநாட்டுல விக்கிற காலமாச்சா இது? இதுக்கு என்ன சொல்றீங்க? ആ, വീട് ഗോപേട്ടാ. അങ്ങനെ വിടാനല്ലല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. വയ്യ, ഭയങ്കര ടയേർഡ്. എന്ന് പറഞ്ഞാലോ ഊട്ടി ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി വേണം ഊട്ടിയുടെ ബ്യൂട്ടി ആസ്വദിക്കാൻ. അത് വൈകിട്ടല്ലേ? എന്നാൽ ഇത്ര നേരത്തെ ഇറങ്ങണം, റോമിയും കൂടെ ഉള്ളതല്ലേ. എന്താ ഒന്നും മിണ്ടാത്തത്? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലേ? നല്ല താമരപ്പൂ പോലെ മനോഹരമായിരുന്ന ഈ മുഖത്ത് പെട്ടെന്നൊരു മാറ്റം. പറയുന്നതിൽ വിഷമം വിചാരിക്കരുത്. നമ്മുടെ കൂട്ടത്തിൽ റോമി പിടികിട്ടി. നമ്മുടെ സ്വാതന്ത്ര്യം കുറഞ്ഞാലോ എന്ന് നീ പേടിക്കുന്നു. എന്താ സത്യമല്ലേ? അല്ല, സത്യമല്ല. കാരണം മറ്റാരേക്കാളും അവന്റെ സ്വഭാവം എനിക്കറിയാം. എന്തെങ്കിലും മുടന്ത ന്യായം പറഞ്ഞവ ഒഴിഞ്ഞു മാറും. ഇല്ല, മാറും. നമുക്ക് കാണാലോ. കാണാനൊന്നുമില്ല. എന്റെ ബലമായ സംശയം മുഴുവൻ റോമി ഒറ്റയ്ക്ക് തന്നെയാണോ വന്നിരിക്കുന്നത്, അതോ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോരോ എന്റെ നാൻസിയും തനിച്ചാക്കിയിട്ട്? ഇന്ന് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിന്നെയും കൊണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ എത്തും. എന്നാണെന്നറിയോ? നമ്മുടെ വിവാഹശേഷം അന്ന് ഈ ഊട്ടി മുഴുവൻ നിന്നെയും കൂട്ടി ഒരു കറക്കം കറങ്ങും ഞാൻ. എന്താ നാൻസി, കുറെ നേരമായല്ലോ നീ ഇങ്ങനെ? ഒന്നുമില്ല മമ്മി, ആകെ ബോറടിക്കുന്നു. കോളേജ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ബോറടിയും മാറും. അതുവരെ സഹിക്കാനല്ലേ പറ്റൂ. ഗോപേട്ടാ, ഇതുണ്ടോ? നല്ല കുട്ടിയല്ലേ? റോമിയുടെ കാമുകയായിരിക്കും അല്ലേ? അവനാരാ? എന്റെ കൂട്ടുകാരൻ. ഞാനാരാ? അവന്റെ കൂട്ടുകാരൻ. എങ്ങനെ മോശമാകും? അല്ല, സെലക്ഷൻ എങ്ങനെ മോശമാകും? എന്താ രണ്ടുപേരും കൂടി ഒരു ബഹളം? ബഹളമല്ല, ആണുങ്ങളെ ആണുങ്ങൾക്കറിയും എന്നിവൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഏതായി കുട്ടി? അത് ചോദ്യോത്തരങ്ങളുടെ ആവശ്യമില്ല. ചെറുക്കൻ ഞെളിവിരി ഉള്ളെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? ചൂണ്ടയിൽ കൊത്തിയിരിക്കുകയാണ്, ഇനി വലിച്ചാ മതിയെന്ന്. ഞാൻ പോയേക്കാം. ലൈനാണോ? അതെ അതെ അതെ. യെസ്. മീരെ വാ വാ, നമുക്ക് പോയേക്കാം. മീരെ, നിന്റെ ആഗ്രഹം പോലെ കല്യാണശേഷം നമ്മൾ ഊട്ടിയിലെത്തി. എന്റെ മാത്രല്ലല്ലോ, ഗോപേട്ടന്റെ ആഗ്രഹവും അതായിരുന്നില്ലേ? ആയിരുന്നു. അതാണല്ലോ ഈ ദിവസത്തിന് വേണ്ടി ക്ഷമയോടെ ഞാൻ കാത്തിരുന്നത്. നമ്മുടെ രണ്ടാളുടെയും കാത്തിരിപ്പിന് ഒരു അവസാനം എന്നോണം ഈ രാത്രിയും കടന്നു വന്നു. ഗോപേട്ടാ, എന്താ മീരെ? ഒരു നിമിഷം, ഞാൻ ഇപ്പൊ വരാം. ക്ഷമിക്കണം ഗോപേട്ടാ, ചേട്ടനെ നിരാശനാക്കിയല്ലേ? എന്താ മീര ഇത്? പ്രകൃതിയുടെ നിയമാനുശാസനം പാലിച്ചല്ലേ പറ്റൂ. എന്നാലും ഗോപേട്ടന്റെ മനസ്സിൽ ഇന്നത്തെ ഈ ഒരു രാത്രി കൊണ്ട് അവസാനിക്കുന്നതല്ലോ ജീവിതം. ഇനിയും എത്രയോ കാലം ആ വേദിയിലൂടെ കൈകോർത്ത് ചേർത്തണച്ച് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരേ കാഴ്ചപ്പാടോടെ, ഒരേ മനസ്സോടെ, അല്ലേ? പക്ഷെ നമ്മുടെ ആഗ്രഹത്തിന്റെ ആദ്യ വാതിൽ ഇങ്ങനെ കൊട്ടി അടയ്ക്കപ്പെട്ടാൽ? അതൊന്നും സാരമില്ല.
ക്ഷമിക്കാനറിയാം, സഹിക്കാനറിയാം, നിന്നെ ഉറക്കാനും അറിയാം. എന്താ ഒരു തരട്ട് പറിച്ചേ? അയ്യോ വേണ്ട, ഞാൻ ഉറങ്ങിക്കൊള്ളാം.